മഴത്തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദീനാമ്മയും ആൽവിനും ക്യാൻറ്റീനിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ കോറിഡോറിൽ വെച്ച് മാമച്ചനെയും ഗ്രേസമ്മയും അലീനയും രേവതിക്കുട്ടിയെയും കണ്ടു. ദീനാമ്മയ്ക്ക് ഈർഷ്യ അങ്ങോട്ട് പെരുകി. നിങ്ങളിതുവരെ പോയില്ലേ? ഗ്രേസമ്മ: ഇല്ല, പോയില്ല. നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ എൻ്റെ മോനെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെയും വരുമോ? ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നവനെ കണ്ടതല്ലേ? അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തോളാൻ അവൻ സമ്മതിച്ചതുമല്ലേ? അതിന് മാമച്ചൻ: നിങ്ങളുടെ മകൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് ബന്ധം വേർപെടുത്തി തരാമെന്നല്ല, ഷെറിനെ വിധവയാക്കി തരാമെന്നാ. അത് കേട്ടപ്പോൾ മുതൽ അവൾക്ക് ഭയങ്കര സങ്കടം. അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ ഷെറിൻ അവനെ കാണാൻ വേണ്ടി വന്നത്. ഓഹോ, ഇനിയിപ്പം അവൾ ഗുണദോഷിക്കാത്ത ഒരൊറ്റ കുറവേ ഉള്ളൂ. നിങ്ങൾ വിവാഹമോചനം ചോദിച്ചു വന്നതും അവനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? വിവാഹമോചനം ചോദിച്ചത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ദീനാമ്മേ. നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെക്കാറില്ലേ? ടോണിയുടെ അവസ്ഥ ഇത്ര ഗുരുതരമാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ അവനെ രക്ഷപ്പെടുത്തുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഓ, അത് ശരി. എന്തായാലും അതിന് നിങ്ങളുടെ സഹായം വേണ്ട. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അത്രയും കേട്ടപ്പോഴേക്കും അല്പം പരുഷ സ്വരത്തിൽ മാമച്ചൻ പറയുകയാണ്: ദീനാമ്മേ, ടോണിയെ രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമൊന്നും ഉണ്ടാകാനില്ല. അതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞങ്ങൾക്ക് വേണ്ടതാനും. ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ പെങ്കൊച്ച് കാരണമാണല്ലോ ടോണി ഇങ്ങനെ ആയത് എന്ന് ഓർത്തിട്ട് മാത്രമാ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങളുടെ പെണ്ണിനെ ഉപേക്ഷിച്ചവനല്ലേ അവൻ. അത്രയും കേട്ടപ്പോഴേക്കും ഒരു ചെറിയ വീണ്ടു വിചാരം വന്നതുപോലെ മാമച്ചനെയും ഗ്രേസമ്മയും ദീനാമ്മ മാറി മാറി നോക്കി. അപ്പോൾ അലീന ദീനാമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്: ആൻറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗർവൊന്നും വേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ആൻറ്റിയുടെ മോൻ്റെ ജീവനല്ലേ വലുത്. കാറിലിങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആലുവായ്ക്കടുത്തൊരു സ്ഥലമുണ്ട്, മദ്യപാനം നിർത്താൻ വേണ്ടി ചികിത്സിക്കുന്നൊരു സ്ഥലമാണ്. നമുക്കതൊന്ന് ആലോചിച്ചാലോ ആൻറ്റി? അത്രയും കേട്ടപ്പോഴേക്കും ദീനാമ്മ ഒന്നയഞ്ഞു. അവരുടെ മുഖത്ത് ഒരു ഒത്തുതീർപ്പ് മനോഭാവം ദൃശ്യമായി. അവരൊരു ദീർഘനിശ്വാസം എടുത്തു. ഈ സമയത്ത് ഷെറിൻ ടോണിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി കോറിഡോറിലൂടെ വരുന്നുണ്ടായിരുന്നു. ചിന്നുമോൾ മിനുസമുള്ള ഭിത്തിയിലൂടെ കയ്യും ഓടിച്ച് പതുക്കെ പതുക്കെ നടക്കുകയാണ്. പിന്നെ ഓടി ഷെറിന്റെ മുൻപിലേക്ക് അവൾ കയറി. ഷെറിന്റെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരുന്നത് ദീനാമ്മ ശ്രദ്ധിച്ചു. ഇപ്പോഴും കവിളത്തുകൂടി കണ്ണുനീരൊഴുകുകയാണ്. എല്ലാവരും ആകാംക്ഷ നിറഞ്ഞ വല്ലായ്മയോടെ ഷെറിനെ തന്നെ നോക്കി. അപ്പോഴേക്കും ഷെറിൻ വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറയുകയാണ്: ടോണിച്ചാൻ എന്നോട് സംസാരിച്ചു. എൻ്റെ മോളെ അടുത്ത് വിളിച്ചു, പേരെന്താന്ന് ചോദിച്ചു. മോള് കൊടുത്ത മിഠായി വാങ്ങി തിന്നുകയും ചെയ്തു. അത്രയും പറഞ്ഞപ്പോഴേക്കും ഷെറിൻ്റെ നിയന്ത്രണം എന്നെ നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് രേവതിക്കുട്ടി അവളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി. ഗ്രേസമ്മയും അലീനയും കൂടി ദീനാമ്മയോട് കാര്യത്തെ ഗൗരവത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. ടോണിയെ രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യാമെന്നുള്ള വാഗ്ദാനം നൽകി. ടോണി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയാൽ അപ്പോൾ തന്നെ ആലുവയിലെ മദ്യപാന ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാമെന്ന ധാരണയായി. അതിനു മുൻപ് ടോണിയെ അതിന് സന്നദ്ധനാക്കിയെടുക്കണം. ആലുവയിലെ ചികിത്സാ രീതിയെപ്പറ്റി അന്വേഷിക്കാനുള്ള ചുമതല അത് മാമച്ചൻ തന്നെ ഏറ്റെടുത്തു. ഹോസ്പിറ്റലിലേക്ക് വന്നെങ്കിലും സ്റ്റാൻലി ടോണിയെ കാണാൻ മുകളിലേക്ക് കയറി ചെല്ലുവാൻ തയ്യാറായില്ല. അയാൾ ബൈജുവുമായിട്ട് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് പ്ലേസിൽ മറ്റുള്ളവർ വരുവാൻ വേണ്ടി കാത്തു കിടന്നു. അലീനയും ഷെറിനും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ചിന്നുമോളും താഴേക്ക് തിരികെ എത്തി. പുതിയ സംഭവ വികാസങ്ങൾ സ്റ്റാൻലി അവർ ധരിപ്പിച്ചു. സ്റ്റാൻലിയോടും അലീനയോടുമൊപ്പം കുളത്തുപുഴയ്ക്ക് മടങ്ങാനിരുന്ന ഷെറിനും ചിന്നുമോളും ഇനി എറണാകുളത്തേക്ക് പോവുകയാണ്. ടോണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് ഷെറിൻ ഇനി കുളത്തുപുഴയിലേക്ക് പോവുകയുള്ളൂ. അലീന കൂടി തന്നോടൊപ്പം വരണമെന്ന് ഷെറിൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ സ്റ്റാൻലി ഒടുവിൽ അത് സമ്മതിച്ചു. അയാൾ ബൈജുവുമായി കുളത്തുപുഴയിലേക്ക് മടങ്ങിപ്പോയി. എറണാകുളത്തെ വീട്ടിലെത്തിയ ശേഷം മാമച്ചനും സംഘവും അനന്തര നടപടികളെക്കുറിച്ച് ആലോചിച്ചു. അടുത്ത ദിവസം തന്നെ അയാൾ ആലുവയിലെ ചികിത്സാ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് അന്വേഷിച്ചു. ഗ്രേസമ്മയും അലീനയും ഷെറിനും കൂടി രാവിലെ തന്നെ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും എത്തി. ഷെറിനെ കണ്ടപ്പോൾ ടോണിക്ക് ആശ്ചര്യമായി. അവൻ ചോദിക്കുകയാണ്: നീ എന്തിനാ പിന്നെയും വന്നത്? ഇന്നലെ മതിയാവോളം എന്നെ കണ്ടിട്ട് പോയതല്ലേ? ഞാൻ ടോണിച്ചാന് കൂട്ടിരിക്കാൻ വന്നതാ. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ പോയിക്കോ. എന്നെ ഇവിടെ നോക്കാൻ മമ്മിയുണ്ട്, ആൽവിനും ഉണ്ട്. പക്ഷേ ഷെറിൻ പോകാൻ കൂട്ടാക്കിയില്ല. ഉടനെ ദീനാമ്മ പറയുകയാണ്: എനിക്ക് വീട്ടിൽ വരെ പോകേണ്ട അത്യാവശ്യമുണ്ട്. പെട്ടെന്ന് ആൽവിനും പറഞ്ഞു: എനിക്കും വീട്ടിൽ വരെ ഒന്ന് പോയാൽ കൊള്ളായിരുന്നു. അത് കേട്ടിട്ട് അല്പനേരം മൗനമായി കിടന്നിട്ട് ടോണി പറയുകയാണ്: അതെ, എന്നെ ശുശ്രൂഷിക്കാൻ നീ ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഭാര്യയൊന്നും ഇല്ലെന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ടോണിച്ചായ, ഭാര്യയുണ്ടെന്നൊന്നും പറയണ്ട. സ്വന്തത്തിൽപ്പെട്ട ഒരു പെണ്ണാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, നീ എന്തുദ്ദേശിച്ചായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാ. എനിക്കിനി നിന്നെ വേണ്ട. നിന്റെ സേവനവും എനിക്ക് ആവശ്യമില്ല. എനിക്കറിയാം ടോണിച്ചായ, എനിക്ക് ടോണിച്ചാൻ ഒന്നും തരണ്ട. ടോണിച്ചായൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ കാരണം ഉരുകിപ്പോയ ഈ ജീവൻ അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഹ,
അതിന് നിന്റെ സഹായവും സൗജന്യവും ഇവിടെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ടോണിച്ചായ, എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചിട്ടാണ് അന്ന് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ടോണിച്ചായനെ ചതിക്കുകയായിരുന്നല്ലോ എന്നോർത്ത് ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നറിയുമോ? എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം സ്നേഹിച്ചു, സന്തോഷിച്ചു. ഞാൻ കാരണം നശിച്ചു പോകല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോഴെനിക്ക്. ഷെറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പ്രാർത്ഥിക്കുവോ ശപിക്കുവോ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ നീ ഇവിടെ മെനക്കെട്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഷെറിൻ മൗനമായി നിൽക്കുകയാണ്. ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പോകുവാൻ അവൾ കൂട്ടാക്കിയതുമില്ല. അലീന വെളിയിൽ പോയി കുറെ പത്രമാസികകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ദീനാമ്മയും ആൽവിനും 10 മണിയോടുകൂടി മൂവാറ്റുപുഴയ്ക്ക് പോയി. ഉച്ചയ്ക്ക് മുമ്പ് മാമച്ചൻ വന്ന് അലീനയും ഗ്രേസമ്മയും കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത 2 ദിവസവും ഷെറിൻ തന്നെ ഹോസ്പിറ്റലിൽ ടോണിയുടെ ബൈസ്റ്റാൻഡറായി നിന്നു. ദീനാമ്മയ്ക്കും ആൽവിനും അത് വലിയ സഹായമായി. ഷെറിനുമായി വീണ്ടും അടുത്തിടപഴകിയതോടെ ദീനാമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ് കുറേശ്ശെ അലിഞ്ഞു തുടങ്ങിയിരുന്നു. ടോണിയുടെ മനോഭാവത്തിലും മാറ്റമുണ്ടെന്ന് ദീനാമ്മയ്ക്ക് മനസ്സിലായി. അവൻ കുറച്ചുകൂടി ഉന്മേഷവാനായി കാണപ്പെട്ടു. മുൻപത്തേക്കാളും കൂടുതൽ അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ നന്നായി ഭക്ഷണം കഴിക്കുന്നു, പത്രമാസികകൾ വായിക്കുവാൻ താല്പര്യം കാണിക്കുന്നു. ഷെറിനാണെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി തന്നെയാണ് ടോണിയെ പരിചരിക്കുന്നതെന്നും ദീനാമ്മയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഷെറിൻ അടുത്തില്ലാതിരുന്ന സമയത്ത് ദീനാമ്മ ടോണിയോട് പറയുകയാണ്, നീയൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക്. അവൾ കാരണമാണല്ലോ നിന്റെ ജീവിതം ഇങ്ങനെയായത്. അത് ഓർത്തിട്ട് വലിയ വിഷമമുണ്ട് അവൾക്ക്. നീ കുടി നിർത്തണം, പഴയതുപോലെ കുവൈറ്റിൽ പോയി ജോലി ചെയ്യണം, എന്നിട്ട് കൊള്ളാവുന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഇതൊക്കെയാണ് അവളുടെ ആഗ്രഹമെന്ന് അവൾ പറഞ്ഞു. അവൾ നിന്നോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കരുത്, അതാണ് അവൾക്ക് താല്പര്യം. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എന്ത് ശിക്ഷ സ്വീകരിക്കുവാനും അവൾ ഒരുക്കമാണെന്നും പറഞ്ഞു. ആ, എനിക്കറിയാം മമ്മി, അവള് അതൊക്കെ എന്നോടും പറഞ്ഞു. നിനക്കും വേണ്ട മോനെ ഒരു വാശി. ഈ നരകത്തിൽ നിന്ന് കരകയറണ്ടേ? അവൾക്ക് മാത്രമല്ല, അവളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നിന്റെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത വിഷമമുണ്ട്. അവരെല്ലാം നിനക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാണ്. ഈ മാമച്ചൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ ആലുവയിലോ മറ്റോ പോയി ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാൽ നിന്റെ കുടി നിർത്താമെന്നാണ് പറയുന്നത്. ഏയ് വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയുന്നത് കേൾക്ക് ടോണിച്ചാ. അവർക്കിതിൻ്റെ വല്ല കാര്യവുമുണ്ടോ? അവർ നിന്റെ ആരാ? എന്നിട്ടും ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യർ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ച് പിടിക്കരുത്. അവരൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോകട്ടെന്നല്ലേ അവർ വിചാരിക്കൂ. അവർക്കെന്താ നഷ്ടം? മമ്മി, അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും. അവൾ എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു ചതി ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം. എടാ, അതിന് നീ അവളെ ഉപേക്ഷിച്ചില്ലേ? ആ ബന്ധം വേണ്ടെന്ന് വെച്ചില്ലേ? അത് പുതുക്കണമെന്ന് അവരെ ആവശ്യപ്പെട്ടില്ലല്ലോ. നീ രക്ഷപ്പെട്ടു പോയി നല്ല നിലയിൽ ജീവിക്കണമെന്നല്ലേ പറയുന്നുള്ളൂ. അവരെല്ലാം നിനക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ നീ അത് നിസ്സാരമായിട്ട് കാണരുത്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. 31 ദിവസത്തെ ട്രീറ്റ്മെൻറ്റേ ഉള്ളെന്നാ പറഞ്ഞത്. അത് ആശുപത്രിയൊന്നുമല്ല, ഒരു വീട് പോലെയാ. നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ നിർത്താം. കുടിയും വലിയും മാത്രം പറ്റില്ലെന്നേ ഉള്ളൂ. ഓഹോ, സംഗതി അത്രയൊക്കെ എത്തിക്കഴിഞ്ഞോ? ആരാ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നേ? ആ മാമച്ചനാ. പിന്നെ അലീന എന്ന് പേരുള്ള ആ പെങ്കൊച്ചുമുണ്ട്. അവരെല്ലാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കും പ്രവൃത്തിക്കും ഫലമുണ്ടാവും. നീയൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ടോണി മറുപടി പറയാതെ ആശങ്കാജനകമായൊരു മൗനത്തിലിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കരപറ്റണോ അതോ കേവലം വാശിക്കു വേണ്ടി മുങ്ങിത്താഴണോ? ഷെറിനടുത്തുള്ളപ്പോഴെല്ലാം തങ്ങൾ കുവൈറ്റിൽ ജീവിച്ച സ്നേഹസുരഭിലമായ ജീവിതം അവൻ്റെ ഓർമ്മയിൽ വന്നു. അവൾ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് അവനറിയാം. അത് കലർപ്പില്ലാത്ത സ്നേഹമായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം. തന്നെ ചതിക്കാൻ അവൾ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ചെയ്ത തെറ്റിനെക്കുറിച്ച് അവൾ പശ്ചാത്തപിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ തനിക്ക് മദ്യപിക്കാതെ ജീവിക്കാൻ സാധിക്കുമോ ഇനി? ടോണിക്ക് അതേപ്പറ്റി സംശയമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ എല്ലാ ദിവസവും മാമച്ചനും ഗ്രേസമ്മയും അലീനയും വന്ന് ടോണിയെ സന്ദർശിച്ചു. ടോണി ആശുപത്രി വിടുന്നതിൻ്റെ തലേ ദിവസം കാണാൻ വന്നപ്പോൾ മാമച്ചൻ അവനോട് പറയുകയാണ്, ടോണിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും ടോണിയുടെ സമ്മതത്തോടെ അല്ല, ടോണി രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ മാത്രമാണ്. 2 വഴിയുണ്ട് മുൻപിൽ. ഒന്ന് നാശത്തിലേക്കുള്ളതാണ്, അടുത്തത് രക്ഷയിലേക്കും. ടോണി തന്നെ തീരുമാനിക്കുക. സമയമുണ്ട്. ടോണി അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം മാമച്ചനും ഗ്രേസമ്മയും അലീനയും തിരിച്ചുപോയി. ഷെറിൻ ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. സന്ധ്യയോടെ ദീനാമ്മ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ ഒരുങ്ങി. ഈ സമയത്ത് നാളെ ടോണിയെ ആലുവയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒപ്പം കരുതേണ്ട സാധന സാമഗ്രികൾ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വരണമെന്ന് ഷെറിൻ ദീനാമ്മയെ ഓർമ്മിപ്പിച്ചു. ദീനാമ്മ പോയി കഴിഞ്ഞപ്പോൾ ടോണി അവളോട് ചോദിക്കുകയാണ്, ആലുവയ്ക്ക് പോണോ വേണ്ടയോ എന്ന് ഞാനിതുവരെ തീരുമാനിച്ചില്ലല്ലോ. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത്? ടോണിച്ചായ, എത്ര പേരാണ് ടോണിച്ചായൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നത്? അത് പറയുമ്പോൾ ഷെറിൻ്റെ മുഖം യാചനാ മനോഭാവത്തിലായിരുന്നു.
എടി എനിക്ക് സൗഖ്യം കിട്ടിട്ട് എന്നാ ചെയ്യാനാ? കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കാം. എൻ്റെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലാതാവില്ലല്ലോ. ടോണിച്ചായ, നഷ്ടങ്ങളില്ലാത്തവരാരുണ്ട് ഈ ഭൂമിയിൽ? മനുഷ്യരെല്ലാം അതോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? വേറെ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും നഷ്ടങ്ങൾ മറക്കും. ടോണിച്ചായനും പറ്റും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞതൊക്കെ മറക്കുവാനും. ഒരേ ഒരു ജീവിതം മാത്രമല്ലേ ഉള്ളൂ ടോണിച്ചായ. നഷ്ടപ്പെട്ടതൊക്കെ ഓർത്താൽ ചങ്കുപൊട്ടുപിടി. എന്തൊക്കെ ആശിച്ചവനാ ഞാൻ, നിനക്കറിയാലോ. കുവൈറ്റിലെ ഫ്ലാറ്റിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഓരോ കണക്ക് കൂട്ടി എന്തെല്ലാം നെയ്തുകൂട്ടി. ടോണി പൂർത്തിയാകാതെ പറഞ്ഞു നിർത്തി. ഷെറിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവൾക്കെല്ലാം ഓർമ്മയുണ്ട്. തരക്കേടില്ലാത്ത ശമ്പളം, കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്വപ്നങ്ങൾ, ബാധ്യതകളില്ലാത്ത ജീവിതം. ഒടുവിൽ ടോണി പറയുകയാണ്, നാളത്തെ കാര്യം എന്തായാലും നാളെ തീരുമാനിക്കാം, നീ പോയി കിടന്നു. ടോണി അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്ന് കണ്ണടച്ചു. ഇടയ്ക്കിടെ താനേ ഉതിരുന്ന നെടുവീർപ്പുകളോടെ അങ്ങനെ കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. പക്ഷെ ജനൽപ്പാളികൾക്കിടയിൽ എന്തോ വലയിൽ കുരുങ്ങി ശ്വാസം മുട്ടി പൊളയുന്നൊരു പേടി സ്വപ്നം കണ്ട് ടോണി ഞെട്ടി ഉണർന്നു. മുറിയിൽ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമുണ്ടായിരുന്നു. പാദങ്ങൾക്ക് മീതെ ചൂടുള്ള നനവ്. പാദങ്ങൾ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നിയിട്ട് അവൻ തല ഉയർത്തി മെല്ലെ നോക്കി. കട്ടലിന്റെ കാൽക്കൽ നിലത്ത് മുട്ടുകുത്തി തൻ്റെ കാൽപാദങ്ങളിൽ മുഖം ചേർത്ത് ഷെറിൻ. അവളുടെ കണ്ണുനീരാണ് തൻ്റെ പാദങ്ങളെ നനയ്ക്കുന്നത് എന്നവന് മനസ്സിലായി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. മാമച്ചനും ഗ്രേസമ്മയും അലീനയും രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി. അതിനുശേഷമാണ് മൂവാറ്റുപുഴയിൽ നിന്നും ദീനാമ്മയും ആൽവിനും വന്നു ചേർന്നത്. ടോണിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ബില്ല് തീർക്കുന്ന ചുമതല സ്വയം ഏറ്റെടുത്ത് മാമച്ചൻ അങ്ങിങ്ങി ഓടി നടക്കുന്നു. എല്ലാം ശരിയാകുമ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞു. ടോണിയെയും കുട്ടി അവർ പാർക്കിംഗ് പ്ലേസിലെത്തി. ഇനി ടോണി തീരുമാനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ആലുവയ്ക്ക് പോണോ മൂവാറ്റുപുഴയ്ക്ക് പോണോ? ടോണി എല്ലാവരെയും മാറി മാറി നോക്കി. ഒടുവിൽ അവൻ്റെ നോട്ടം ഷെറിൻ്റെ മുഖത്ത് തങ്ങി നിന്നു. അവൻ പറയുകയാണ്, ആലുവയ്ക്ക് പോയി നോക്കാം. എന്തായാലും നിങ്ങൾ ഇത്രയുമൊക്കെ ചെയ്തതല്ലേ, ഞാൻ ഏത് വണ്ടിയിലാണ് കയറണ്ടേ? മാമച്ചൻ ടോണിയെ തൻ്റെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷെറിനാകട്ടെ അലീനയുടെ പിൻപിലേക്ക് മാറി നിന്ന് ആരും കാണാതെ മിഴികളൊപ്പി. ആലുവയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന വഴി അത്താണിയിലാണ് ചികിത്സാ കേന്ദ്രം. അത്താണി ജംഗ്ഷനിൽ നിന്നും കുറുമശ്ശേരിക്ക് പോകുന്ന വഴിക്ക് അല്പദൂരം പോയാൽ ബേത്ലഹേം റീഹാബിലിറ്റേഷൻ സെന്റർ എന്നൊരു ബോർഡ് കാണാം. കപ്പുച്ചിൻ അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനമാണത്. മാമച്ചൻ എല്ലാം കാലേ കൂട്ടി ഏർപ്പാടാക്കിയിരുന്നതിനാൽ ഒന്നിനും ഒരിടത്തും യാതൊരു അമാന്തവും നേരിട്ടില്ല. ടോണി ചികിത്സാ കേന്ദ്രത്തിൽ അഡ്മിറ്റായി. ബൈസ്റ്റാൻഡറായി ഷെറിൻ നിൽക്കാമെന്ന് സമ്മതിച്ചു. ദീനാമ്മ മൂവാറ്റുപുഴയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് മാമച്ചൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഇതൊക്കെ? ഇനി ഒന്നും പേടിക്കണ്ട, ഞങ്ങളാരും പാതി വഴിക്കിട്ടിട്ട് പോകുന്ന ആൾക്കാരല്ല. വൈകിട്ട് മാമച്ചനും ഗ്രേസമ്മയും അലീനയും തിരിച്ചുപോയി. ചിന്നുമോളെ രേവതിക്കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ യാത്രയ്ക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. മാമച്ചൻ്റെ വീട്ടിൽ നിന്നും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ആലുവയിലേക്ക് കാർ ഓടിക്കൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ടോണിക്ക് സന്ദർശകരുണ്ടായിരുന്നു. അതിനിടയിൽ അലീനയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കുളത്തുപുഴയിൽ നിന്നും സ്റ്റാൻലി കാറുമായി എത്തി. അലീന സ്റ്റാൻലിയെയും കൂട്ടി ബേത്ലഹേം സെന്ററിലെത്തി. എന്നിട്ട് ടോണിയെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ പപ്പയാ, റാണി ആൻറ്റിയുടെ ഏറ്റവും മൂത്ത ആങ്ങളെയാണ്. ഞാൻ കല്യാണത്തിന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ടോണി പറഞ്ഞു. അവൻ അത്ര തീർച്ചയുണ്ടായിരുന്നില്ല. പക്ഷേ ഷെറിൻ പറഞ്ഞ് ഇങ്ങനെ ഒരാളെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഷെറിനോട് യാത്ര പറയുമ്പോൾ അലീന ചോദിക്കുകയാണ്, റാണി ആൻറ്റിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മോളെ. നീയല്ലേ എൻ്റെ കുഞ്ഞിനെ വീണ്ടെടുത്ത് തന്നത്. നീ തന്ന ധൈര്യത്തിലാണ് ഞാൻ ടോണിച്ചായൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നിന്നത്. അതിന് ഫലമുണ്ടായല്ലോ. റാണി ആൻറ്റി, നമുക്ക് സ്നേഹിക്കാൻ ധൈര്യമില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. സ്നേഹിക്കണമെങ്കിൽ പോലും ഒരുപാട് ധൈര്യം വേണം. ഇവിടുത്തെ തോട്ടക്കാരൻ പറഞ്ഞു, ചികിത്സ കഴിഞ്ഞ് പോയാലും ചിലരൊക്കെ പിന്നെയും കുടിയന്മാരാകുമെന്ന്. അതാ എനിക്കൊരു പേടി. ടോണിച്ചായൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി റാണി ആൻറ്റിക്ക് വേണ്ട. കാരണം നമ്മൾ മരുന്നുകൊണ്ട് മാത്രമല്ലല്ലോ ചികിത്സിക്കുന്നത്, സ്നേഹം കൊണ്ടുകൂടിയല്ലേ. എല്ലാം ശരിയാവും. അലീനയും സ്റ്റാൻലിയും കുളത്തുപുഴയ്ക്ക് മടങ്ങി. ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഗ്രേസമ്മയും മാമച്ചനും വന്നുപോയ ശേഷം ടോണി ഷെറിനോട് ചോദിക്കുകയാണ്, നിന്റെ മോൾ എവിടെയാണിപ്പോൾ? അവളെ കാണാറില്ലല്ലോ. അവളെ നോക്കാൻ രേവതിക്കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുക ടോണിച്ചായ. നിനക്ക് വേണമെങ്കിൽ അവളെ കൂടെ നിർത്തിക്കൂ, ഇവിടെ അതിന് തടസ്സമൊന്നുമില്ലല്ലോ. വേണ്ട ടോണിച്ചാൻ, അതൊക്കെ വിഷമാവും. എന്നെ നോക്കണ്ടടി, ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഷെറിൻ ടോണിയോട് പഴയ കഥകളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചികിത്സാ കേന്ദ്രത്തിലെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ടോണി ഷെറിനോട് അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. ചിന്നുമോളുടെ തിരോധാനം, അവൾ സഞ്ചരിച്ച വഴികൾ, ആ വഴികളെ പിന്തുടർന്ന് അലീന നടത്തിയ അന്വേഷണം, ഒടുവിൽ ചിന്നുമോളെ കണ്ടെത്തിയപ്പോഴത്തെ അത്ഭുതം, എല്ലാം അതിശയത്തോടെയാണ് ടോണി കേട്ടിരുന്നത്. അതിനേക്കാൾ അവനെ അമ്പരപ്പിച്ചതും ആശ്ചര്യപ്പെടുത്തതും അലീനയുടെ യാത്രകളും തിരിച്ചറിവുകളുമായിരുന്നു. കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ നിന്നും സ്നേഹത്തിന്റെ ദീപശിഖയുമേന്തി കുളത്തുപുഴയിൽ എത്തി നിൽക്കുന്ന ഒരു പ്രയാണം. ടോണിയുമായി സംസാരിക്കുന്നതിനിടയിലൊക്കെ കൂടെ ഷെറിൻ പറയുമായിരുന്നു, അലീന ഇല്ലായിരുന്നെങ്കിൽ
ഞാനിപ്പോൾ ഒരു മുഴുഭ്രാന്തിയായി പോയനെ ടോണിച്ചായ എന്ന്. എന്തായാലും ചിന്നുമോളെ കൂടെ കൊണ്ടുവരുവാൻ വിരോധമില്ല എന്ന് ടോണി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടി ചിന്നുമോളുമായി ബേദലഹേം സെന്ററിലെത്തി. ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ടോണി അങ്കിളിനെ ചിന്നുമോൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ വന്നപാടെ ഒരു കിറ്റ് ടോണിക്ക് സമ്മാനിച്ചു. ടോണി ചോദിക്കുകയാണ്, ഇതെന്താണ്? അങ്കിള് ഇന്നാളെ കണ്ടപ്പോൾ ചോദിച്ചില്ലായിരുന്നോ എനിക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന്? അതാ. അവൾ ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടി അത് പറഞ്ഞപ്പോൾ ടോണി ആ കിറ്റ് തുറന്നു നോക്കി. ആപ്പിളും മുന്തിരിങ്ങയും ചോക്ലേറ്റുകളും ഒക്കെയുണ്ട്. അപ്പോൾ ടോണി പറയുകയാണ്, വെരി ഗുഡ്, കൊള്ളാം, താങ്ക് യു. ആപ്പിളും മുന്തിരിങ്ങയും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നല്ലോ എന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു. ടോണി പറഞ്ഞത് കേട്ടപ്പോൾ ചിന്നുമോൾക്ക് നാണവും ചിരിയും വന്നു. നമുക്കിത് മുഴുവനും ഇപ്പം തന്നെ അങ്ങ് തിന്നുകളയാം, ടോണി ചോദിക്കുകയാണ്. അപ്പോൾ ചിന്നുമോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ടോണി ആപ്പിളും മുന്തിരിങ്ങയും എടുത്ത് ടേബിളിന് മീതെ ഇരുന്ന പ്ലേറ്റിൽ വെച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതാര് കഴുകും? അയ്യോ, അത് രേവതി ആൻറ്റി കഴുകിയത് അങ്കിളെ. അത് ശരി, എന്നാൽ നമുക്ക് തുടങ്ങാം. അവൾ വീണ്ടും തലയാട്ടി. ടോണി അവളെ കിടക്കയിൽ കയറ്റിയിരുത്തി. മുന്തിരിക്കുലയിൽ നിന്നും ഒരെണ്ണം അടർത്തി ചിന്നുമോളുടെ നാവിൽ വെച്ചു കൊടുത്തു. അവൾ ഉടൻ തന്നെ ഒരെണ്ണം അടർത്തിയെടുത്ത് അവൻ്റെ ചുണ്ടുകൾക്കിടയിലും തിരുകി. ഷെറിൻ നിർന്നുമേഷയായി അത് നോക്കി നിന്നു. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അത് കണ്ട് അർത്ഥഗർഭമായി പരസ്പരം നോക്കി. തിരിച്ചു പോകുന്നതിന് മുൻപ് മാമച്ചൻ ഷെറിനോടെന്നവണ്ണം, എന്നാൽ ടോണി കൂടി കേൾക്കത്തക്കവണ്ണം ചോദിക്കുകയാണ്, മോളെ ഞങ്ങളങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, അതോ ഇവിടെ നിർത്തിയിട്ട് പോണോ? ഷെറിനൊന്നും മിണ്ടിയില്ല. പന്ത് തൻ്റെ കോർട്ടിലാണ് വന്ന് വീണിരിക്കുന്നതെന്ന് ടോണിക്ക് മനസ്സിലായി. അവൻ പറയുകയാണ്, കൊണ്ടുപോകണമെന്നില്ല, ഇവിടെ നിന്നോട്ടെ. അല്ല, ടോണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഒന്ന് പ്രസവിച്ചൊരു പെണ്ണിനെ കന്യകയാണെന്നും പറഞ്ഞ് എന്നെ കെട്ടിയേൽപ്പിച്ചതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇനി വരാനില്ലല്ലോ. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മുഖം അങ്ങ് വിളറിപ്പോയി. ഷെറിൻ്റെ മുഖം താണു. പകൽ ടോണി ചിന്നുമോളയും കൊണ്ട് ബേദലഹേം സെന്ററിലെ പച്ചക്കറി തോട്ടത്തിലും ഉദ്യാനത്തിലും മീൻ വളർത്തുന്ന കുളത്തിനരികിലും ഒക്കെ ചുറ്റി നടന്നു. പക്ഷിക്കൂടുകൾക്കരികെയും മുയൽക്കൂടുകൾക്കരികെയും സമയം ചെലവഴിച്ചു. ഇളം വെയിലേറ്റ് പൂന്തോട്ടത്തിലെ സിമന്റ് ബെഞ്ചിൽ അവരങ്ങനെ ഇരുന്നു. ചിന്നുമോൾ വളരെ പെട്ടെന്ന് ടോണിയുമായിട്ട് അങ്ങിണങ്ങി. അവൾ അവനെ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുകയാണ്. അവൾക്ക് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. മീനുകളെ ആരാണ് നീന്താൻ പഠിപ്പിച്ചത്? പക്ഷികൾക്കാരാണ് ചിറക് വെച്ചു കൊടുത്തത്? ആരാണ് പൂവുകൾക്ക് നിറം കൊടുത്തത്? ഇതെല്ലാം അവൾക്കറിയണം. തിരികെ ടോണി മുറിയിലെത്തി വിശ്രമിക്കുമ്പോൾ ചിന്നുമോൾ ഒരു സംശയം കൂടി ചോദിച്ചു, അങ്കിള് എൻ്റെ മമ്മിയെ കല്യാണം കഴിച്ചതാണോ? ഒരു ചെറിയ ചിരിയോടുകൂടി ടോണി ചോദിക്കുകയാണ്, ആര് പറഞ്ഞു മോളോട്? ഞാൻ കേട്ടല്ലോ. മുതിർന്നവർ എപ്പോഴൊക്കെയോ നടത്തിയ സംഭാഷണങ്ങൾക്കിടയിൽ നിന്നും അവൾക്ക് അങ്ങനെ ഒരു സംശയം വീണ് കിട്ടിയിരിക്കുന്നുവെന്ന് ടോണിക്ക് മനസ്സിലായി. അപ്പോൾ ടോണി, ആ ശരിയാണ്. ഒത്തിരി നാളായോ കല്യാണം കഴിച്ചിട്ട്? 5-6 വർഷമായി. ചിന്നുമോൾ അല്പം ആലോചിച്ചു നിന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അന്നേരം ഒത്തിരി നാള് അങ്കിള് എവിടെ ആയിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. അങ്കിൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മോളെ. മോളല്ലേ ദൂരെ എവിടെയോ പോയിരുന്നത്? അവൾ തന്നെത്താൻ ചൂണ്ടുവിരൽ നെറ്റിയിൽ കുത്തി ആലോചിച്ചു. എന്നിട്ട് പറയുകയാണ്, ശരിയാ. പക്ഷെ അവളുടെ സംശയം തീരുന്നില്ല. അങ്കിളെ, ഇവിടെ നോക്കിക്കേ അങ്കിളെ. ആ, നോക്കി പറ. എൻ്റെ മമ്മീൻ്റെ മോളല്ലേ ഞാൻ? അല്ലേ അങ്കിളെ? അതെയല്ലോ. അന്നേരം അങ്കിളോ? അങ്കിൾ എൻ്റെ പപ്പയാണോ? ടോണി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവൻ്റെ ഹൃദയത്തിൽ ഒരു ക്ഷുഭിത സമുദ്രം അലതല്ലുവാൻ തുടങ്ങി. അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചു നിന്ന ഷെറിന് ടോണിയുടെ ഭാവമാറ്റം പെട്ടെന്ന് മനസ്സിലായി. അവർ വിളിക്കുകയാണ്, മോളു ഇവിടെ വാ. ചിന്നുമോൾ ടോണിയുടെ മുഖത്തേക്ക് നോക്കി ഉത്തരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവളുടെ 5 വയസ്സ് കഴിഞ്ഞ ബുദ്ധിക്ക് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് മമ്മിയുണ്ട്, പക്ഷെ പപ്പയില്ല. മമ്മിയെ കല്യാണം കഴിച്ച ആളിനെ അവൾക്കറിയാം. പക്ഷേ അയാളെ പപ്പയെന്ന് വിളിക്കേണ്ടതിന് പകരം അങ്കിൾ എന്ന് വിളിക്കുവാനാണ് അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പൊരുളെന്ന് അവൾക്കറിയില്ല. മോള് പോയി ഡ്രസ്സ് മാറിക്കേ, കുളിക്കണ്ടേ? ഷെറിൻ ചിന്നുമോളുടെ അടുത്തേക്ക് വന്ന് അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ടോണി മുറുകിയ മുഖത്തോടു കൂടി ഇരിക്കുകയാണ്. ഷെറിൻ കുറ്റബോധത്തോടു കൂടി ഒച്ച താഴ്ത്തി പറയുകയാണ്, മോളോട് ദേഷ്യം തോന്നല്ലേ ടോണി ചായ? അവൾ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. ടോണി അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അറിവില്ലായ്മ കൊണ്ട് കൊച്ചു ചോദിച്ചതാണ്, പക്ഷെ അറിവുള്ള നീ ചെയ്തതോ? എനിക്കിപ്പോൾ നിന്നോട് തോന്നുന്ന വികാരം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. പൊക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. അവൻ്റെ വാക്കുകളിൽ രോഷം തിളയ്ക്കുവാൻ തുടങ്ങി. ഷെറിൻ തൽക്ഷണം തന്നെ പിന്മാറി. അവൾ ബാത്റൂമിൽ വന്നു നിന്ന് അടക്കി പിടിച്ച് കരഞ്ഞു. മമ്മിയുടെ കരച്ചിലും അങ്കിളുടെ ദേഷ്യവും എല്ലാം ചിന്നുമോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ കുളിപ്പിക്കുമ്പോൾ ഷെറിൻ പറയുകയാണ്, അങ്കിളിനോട് മോൾ അങ്ങനെയൊന്നും ചോദിച്ചുകൂടാട്ടോ, അങ്കിളിന് ദേഷ്യം വരും. അതാണോ അങ്കിള് ദേഷ്യപ്പെട്ടെ? മോള് അങ്കിളിനോട് സോറി പറയണം കേട്ടോ. ഷെറിൻ അവളെ തുവർത്തി ഉടുപ്പിടിപ്പിച്ച് മുടി ചീകിയൊതുക്കി കസേരയിലിരുത്തി. ചിന്നുമോൾ ഇടയ്ക്കിടയ്ക്ക് ടോണിയുടെ നേർക്ക് പാളി നോക്കുന്നുണ്ട്. അടുത്തേക്ക് ചെല്ലുവാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ചിന്നുമോൾ അല്പം പേടിച്ചിട്ടുണ്ടെന്ന് ടോണിക്കും മനസ്സിലായി.
അവൻ അവളെ കണ്ണ് കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. അവൾ കസേരയിൽ നിന്നും ഇറങ്ങി മടിച്ചു മടിച്ച് അവൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, മോള് പിണങ്ങിയോ അങ്കിളിനോട്? ഇല്ലെന്ന് ചിന്നുമോൾ തല വെട്ടിച്ചു. പിന്നെന്താ മാറി നിന്ന് കളഞ്ഞത്? അങ്കിളിന് ദേഷ്യം വന്നിട്ടാ. അങ്കിളിന് മോളോടല്ലല്ലോ ദേഷ്യം. ചിന്നുമോൾ ഒരു വല്ലായ്മയോടുകൂടി പറയുകയാണ്, സോറി അങ്കിൾ. അങ്കിള് ചിന്നുമോളുടെ പപ്പയാണോന്ന് ഇനിയും ചോദിക്കത്തില്ല കേട്ടോ. അത് കേട്ടുകൊണ്ട് ടോണി വല്ലാതെയായി. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുമ്പിൽ സ്വന്തത്തിനും ബന്ധത്തിനും എന്തു വില? തൻ്റേതാണോ അല്ലയോ എന്ന സ്വാർത്ഥ വികാരത്തിന് എന്തർത്ഥം? ടോണി ചിന്നുമോളുടെ ശിരസിൽ മെല്ലെ തഴുകിക്കൊണ്ട് പറയുക, സാരമില്ല, മോൾക്ക് വേണമെങ്കിൽ അങ്കിളിനെ പപ്പയെന്ന് വിളിച്ചോ കേട്ടോ. അത് പറയുമ്പോൾ അവൻ അവളെ തൻ്റെ ദേഹത്തേക്ക് അണച്ചു പിടിച്ചു. അത് കണ്ടപ്പോഴേക്കും ഷെറിന് കരച്ചിൽ പൊട്ടി.